ഹായ്, അങ്ങനെ ഇന്ന് നമ്മുടെ ഗോവൻ ട്രിപ്പിൻ്റെ അടുത്തൊരു ദിവസമാണ്. ഇന്ന് വാട്ടർ ആക്ടിവിറ്റീസ് ആണ്. നമ്മൾ കല്ലങ്കോട്ട് ബീച്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ കല്ലങ്കോട്ട് ബീച്ചിൽ തന്നെ വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ തന്നെ ഓരോ ആൾക്കാരെ കണ്ടിട്ട് പാക്കേജ് ബുക്ക് ചെയ്തു. അതിനകത്ത് ജെറ്റ് സ്കൈ ഉണ്ട്, ബംബി റൈഡ്, ബനാന റൈഡ്, പിന്നെ ചെറിയൊരു ബോട്ട് റൈഡ് കിട്ടും, പിന്നെ പാരാസൈലിംഗ്. ഇത്രയും ചേർന്നിട്ടാണ് 1300 രൂപയുടെ ഒരു പാക്കേജ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം നമ്മുടെ ആൾക്കാരെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മളതിൽ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അവർ നമ്മളെ കൊണ്ടുപോകും. ഒരു രക്ഷയില്ല. എനിക്ക് വെള്ളം ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലായിരുന്നു. പക്ഷേ ഞാനത് പേടിച്ചിട്ടാണ് തുടങ്ങുന്നതിന് മുമ്പ് നല്ല പേടിച്ചാണ് നിന്നത്. പക്ഷേ ഇതിൽ കയറി കഴിഞ്ഞപ്പോൾ ഇത് തീർന്നു പോയല്ലോ എന്നുള്ള വിഷമത്തിലായിരുന്നു. അത്ര സൂപ്പറാണ്. ഇത് ജെറ്റ് സ്കൈ ആണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ്. അവർ ചോദിച്ചു ഇനി നമുക്ക് പോകണമെങ്കിൽ കുറച്ചും കൂടെ പോകും, പക്ഷെ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. അങ്ങനെ എക്സ്ട്രാ പേ ചെയ്യാന്നുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടെ നമ്മളെ കൊണ്ടുപോകും. പക്ഷെ നമ്മൾ അത്രയിൽ നിർത്തി. അത് അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അടുത്ത് നമ്മളെ കൊണ്ടുവന്നത് ബനാന റൈഡാണ്. ഇതിൽ പോകുമ്പോൾ ഇതിൽ എൻ്റെ ഏറ്റവും പേടിയുള്ളൊരു സാധനം ഇതായിരുന്നു. കാരണം നമ്മളെ വെള്ളത്തിൽ അവർ മറിച്ചിടും എന്നുള്ള കാര്യം ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം. അപ്പം ആ ഒരു പേടി ഉണ്ടായിരുന്നു. One, two, three, jump. Special ride. No, package. Package okay. Your special round extra money 1 kilometer round. No. Only 500. No. Package. Leg outside. Huh? Leg outside. Face ऊपर रखो. അങ്ങനെ ബംബി റൈഡ് കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു വട്ടം വരച്ചു, അത് കഴിഞ്ഞു. എല്ലാം കുറച്ച് സമയം മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് വേണം, അവരോട് പറഞ്ഞാൽ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്താൽ അവർ എക്സ്ട്രാ കൊണ്ടുപോകും. പക്ഷേ എനിക്കറിയില്ല ഈ 1300 ഇത്രയും കാര്യങ്ങൾ ഈ ടൈം ലോക്കെ ആണോ വർത്ത് ആണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. നമ്മളിത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്കിത് ഭയങ്കര വർത്തായിരുന്നു. നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഒരാൾ വെള്ളത്തിൽ മലന്ന് കിടന്ന് ആസ്വദിക്കുകയാണ്. എനിക്ക് അത്രയുള്ള ധൈര്യം ആയിട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് വെള്ളം പേടിയുള്ള ഞാൻ ഇത്രയും ചെയ്തത് തന്നെ എനിക്ക് വലിയ കാര്യമാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതിൽ. അപ്പോൾ ഇത് വെള്ളത്തിൽ കിടക്കാനുള്ള അത്രയും ധൈര്യമൊന്നും എനിക്കായിട്ടില്ല. ഈവൻ ഞാനിത് എന്താ പറയുക, സേഫ്റ്റി ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് എങ്കിൽ പോലും എനിക്ക് നല്ല പേടിയാണ് അതിൽ പോകാനായിട്ടും ഇങ്ങനെ കിടക്കാനായിട്ടും.
അപ്പം നമ്മളിനി അടുത്ത പാരാസൈലിങ്ങിന് പോവാണ്. അപ്പോൾ വലിയ ബോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു കുഞ്ഞു ബോട്ടിൽ കയറി നമ്മളെ ഇനിയിപ്പോൾ അവരവിടെ കൊണ്ടുപോകും. ആ ഒരു റൈഡും നല്ലൊരു റൈഡാണ് ഈ ബോട്ട് റൈഡ് എന്ന് പറയുന്നത്. നല്ല അവരുടെ ഒരു സ്പീഡ് നമുക്ക് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ വലിയ ബോട്ടിലെത്തി. ഇനി അപ്പോൾ അതിനകത്തുള്ള ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരും, നമ്മൾ അങ്ങോട്ടേക്കും കയറാം. അവരുടെ കഴിഞ്ഞു പാരാസൈലിങ്, നമ്മളിനി അടുത്ത ട്രിപ്പ് അങ്ങോട്ടേക്ക് കയറുകയാണ്. ഇനി എൻ്റെ ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റാണ് നടക്കാൻ പോകുന്നത്. ഇത് ഒരുപാട് നാളായിട്ട് എൻ്റെ മൈൻഡിൽ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ഐറ്റമാണ് ഇതുപോലെ പാരാസൈലിങ് അല്ലെങ്കിൽ പാരാച്യൂട്ടിൽ പോകാമെന്നുള്ളത്. അത് ഭയങ്കര ഇതിലെനിക്ക് അങ്ങനെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കുഞ്ഞു പേടിയുണ്ട്, പക്ഷെ ഭയങ്കര ഇത് വെള്ളത്തിൽ മുക്കത്തില്ല എന്നുള്ളത് കൊണ്ട് അത് നമുക്ക് രണ്ടാണ് കേട്ടോ. ഇത് വെള്ളത്തിൽ മുക്കാതെ നമ്മളെ മുകളിൽ മാത്രം പോകുന്നതാണ്. അവിടെ നിന്ന് കാണാനുള്ള കാഴ്ച ഭയങ്കര ഭംഗിയാണ്. അത് അവിടെ മുകളിൽ പോയിട്ട് നമ്മളിങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയാണത് കാണാനായിട്ടും. അടുത്ത രാഹുൽ ക്യാമറയും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റാതെ എന്താണ് അവിടെ നിന്നുള്ള വ്യൂ എന്നുള്ളത്. ആ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയാണ്. ഹലോ 500 500 നമ്മുടെ കൂടെ വന്ന വേറൊരാളാണ്. അവർക്ക് വെള്ളത്തിൽ മുക്കുന്നത് അവർ പറഞ്ഞു. അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് എന്തോ ചെയ്യാനുണ്ട്. അപ്പം നമ്മുടെ കുഞ്ഞു ബോട്ട് വന്നു. നമ്മളിതിന് തിരിച്ച് കരയിലേക്ക് പോകണം.
അത് നമ്മുടെ പാരാസൈലിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മുടെ വാട്ടർ ആക്ടിവിറ്റീസ് മൊത്തം കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ ആ കുഞ്ഞു ബോട്ടിൽ വന്നിട്ട് നമ്മൾ ഇനി നേരെ തിരിച്ച് കരയിലേക്ക് പോവാണ്. പെട്ടെന്ന് കഴിഞ്ഞു. അത് മാത്രമുള്ളൊരു വിഷമമുള്ളത്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മളിനി വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ് നല്ല വിശപ്പുണ്ട്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ് ഇതുപോലെ ബാർ, ടാറ്റൂൻ്റെയൊക്കെ കുറേ ഷോപ്സ് ഉണ്ട്. എങ്ങോട്ട് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോകണം. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗോവൻ താലിയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഈ ഫിഷൊക്കെ ഭയങ്കര ഫേമസ്. ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളത് ഓർഡർ ചെയ്തു. അതുപോലെ ഒരു ഫിഷ്, ചോറ്, ചപ്പാത്തി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു താലിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. ഇന്നത്തെ ഗോവൻ ആക്ടിവിറ്റീസ് ആയിരുന്നു. അങ്ങനെ വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞു. ഇനി നല്ല ടയർഡാണ്, പോയി ഒന്ന് റെസ്റ്റ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പാർട്ടി, നൈറ്റ് ക്ലബ്, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.